Welcome to States of Matter, Section 4, Liquefaction of Gases. ഗ്യാസുകളെ നമുക്ക് ലിക്വിഡാക്കി മാറ്റാം, വാതകത്തിനെ ദ്രാവകമാക്കി മാറ്റാം. ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22. റൈറ്റ് എ നോട്ട് ഓൺ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. ഗ്യാസുകളുടെ ലിക്വിഫാക്ഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. എ ഗ്യാസ് ക്യാൻ ബി liquefied by increasing its pressure and decreasing its temperature. ഒരു ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യണമെങ്കിൽ പ്രഷർ കൂട്ടണം, ടെമ്പറേച്ചർ കുറയ്ക്കണം. രണ്ട് കണ്ടീഷൻസാണ്. പ്രഷർ കൂട്ടണം, ടെമ്പറേച്ചർ കുറയ്ക്കണം. പ്രഷർ കൂട്ടണം, ടെമ്പറേച്ചർ കുറയ്ക്കണം. എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് പ്രഷർ ആൻഡ് ഡിക്രീസിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ. അടുത്ത പോയിന്റ് നോക്കാം. By increasing pressure and decreasing temperature, intermolecular forces among gas molecules become considerable, and so liquefaction occurs. Spelling നോക്കണം. ലിക്വിഫാക്ഷൻ ഒക്കേഴ്സ്. നമുക്കറിയാം, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വളരെ വളരെ കുറവാണ്. ദ മോളിക്യൂൾസ് ആർ വെൽ സെപ്പറേറ്റഡ്. മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണ്. പ്രഷർ കൂട്ടുമ്പോൾ മോളിക്യൂൾസ് അടുത്തേക്ക് വരും. അതുകൊണ്ട് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കുറയും. അതുകൊണ്ട് മോളിക്യൂൾസ് അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. മോളിക്യൂൾസ് അടുത്തേക്ക് വരുമ്പോഴാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ കൺസിഡറബിൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വരുമ്പോൾ ഗ്യാസ് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്. പ്രഷർ കൂട്ടുമ്പോഴും ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴും ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് കൂടും, കൺസിഡറബിൾ ആകും, പരിഗണിക്കത്തക്കതാകും. അതുകൊണ്ട് ഗ്യാസ് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. By increasing pressure and decreasing temperature, intermolecular forces among gas molecules become considerable, and so liquefaction occurs. അങ്ങനെയാണ് ലിക്വിഫാക്ഷൻ നടക്കുന്നത്. പ്രഷർ കൂട്ടുമ്പോഴും ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴും ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് കൂടും. അങ്ങനെ മോളിക്യൂൾസ് കുറച്ചൊക്കെ അടുത്തേക്ക് വരും. അങ്ങനെ ഗ്യാസ് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ഇനി കുറച്ച് ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, TC എന്നാണ് അതിൻ്റെ സിമ്പൽ, പ്രതീകം. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. A gas can be liquefied. Okay.
ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ കഴിയുന്ന ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചറിൻ്റെ മേലെ എത്ര പ്രഷർ കൊടുത്താലും ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ കഴിയില്ല. ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ കഴിയുന്ന ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എബവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദ ഗ്യാസ് cannot be liquefied by applying pressure. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മേലെ എത്ര പ്രഷർ കൊടുത്തിട്ടും കാര്യമില്ല, ഗ്യാസ് എന്തായിട്ട് മാറില്ല, ലിക്വിഡായിട്ട് മാറില്ല. അപ്പം എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ കഴിയുന്ന ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. Above critical temperature, the gas cannot be liquefied by applying pressure. Okay. ഇനി അടുത്ത ടേംസ് ഒക്കെ എളുപ്പമാണ്. ക്രിട്ടിക്കൽ പ്രഷർ, പി സി എന്നാണ് കാണിക്കുക. പി സി, ടി ക്യാപിറ്റൽ ലെറ്റർ ആക്കാം. പി സി, ഇറ്റ് ഈസ് ദ പ്രഷർ ഓഫ് എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണോ ആ സമയത്തെ ഗ്യാസിൻ്റെ കറസ്പോണ്ടിങ് പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ. ഇറ്റ് ഈസ് ദ പ്രഷർ ഓഫ് എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതുപോലെ മറ്റൊരു ടേമാണ് ക്രിട്ടിക്കൽ വോള്യം. എന്തായിരിക്കും ക്രിട്ടിക്കൽ വോള്യം? ഇറ്റ് ഈസ് ദ വോള്യം ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലെ വോള്യം, 1 മോൾ ഗ്യാസിൻ്റെ വോള്യം, അതിനെയാണ് ക്രിട്ടിക്കൽ വോള്യം എന്ന് വിളിക്കുന്നത്. വി സി എന്നാണ് അതിനെ കാണിക്കുക. ടി സി, പി സി, വി സി. ടി സി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, പി സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പ്രഷർ, വി സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വോള്യം. ഇറ്റ് ഈസ് ദ വോള്യം ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഈ മൂന്നെണ്ണത്തിനെയും, അതായത് ടി സി, പി സി, വി സി, ടി സി, പി സി, വി സി, ഈ മൂന്നെണ്ണത്തിനെയും, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ക്രിട്ടിക്കൽ വോള്യം ആർ കോൾഡ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്. ഈ മൂന്നെണ്ണത്തിനെയും വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്. ടി സി, പി സി, വി സി. ടി സി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, പി സി ക്രിട്ടിക്കൽ പ്രഷർ, വി സി ക്രിട്ടിക്കൽ വോള്യം. ദീസ് ത്രീ ആർ കോൾഡ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് ഓഫ് എ ഗ്യാസ്. ഇനി നമുക്ക് ഒരു ഗ്രാഫ് പരിചയപ്പെടാം. കാർബൺ ഡൈ ഓക്സൈഡിനെ ലിക്വിഫൈ ചെയ്യുന്ന കാര്യമാണ് ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേര് ആൻഡ്രൂസ് ഐസോതേർം എന്നാണ്. ആൻഡ്രൂസ് ഐസോതേർം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഐസോതേർം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന ഗ്രാഫുകളാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആൻഡ്രൂസ് ഐസോതേർം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഗ്രാഫ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രാഫ് നോക്കൂ. വൈ ആക്സിസിൽ എന്താണ്? പ്രഷർ. നമുക്ക് പരിചയമുള്ള ഗ്രാഫാണ്. എക്സിൽ വോള്യമാണ്. വൈ ആക്സിസിൽ പ്രഷർ, എക്സ് ആക്സിസിൽ വോള്യം, അല്ലേ? പ്രഷർ കുറയുമ്പോൾ അല്ലേ വോള്യം കൂടുന്നു. നമ്മൾ പഠിച്ചതാണ്. പ്രഷർ കുറയുമ്പോൾ വോള്യം കൂടുന്നു. ബോയിൽസ് ലോ പഠിച്ചതാണ്. നോക്കൂ, ഇതിൽ ഒരുപാട് ഗ്രാഫുകളുണ്ട്. 1-2 ഗ്രാഫുകളെ പരിചയപ്പെടുത്താം. ഈ 50 ഡിഗ്രി സെൽഷ്യസിലെ ഗ്രാഫ് നോക്കൂ. 50 ഡിഗ്രി സെൽഷ്യസിലെ ഒരു ഗ്രാഫ് നിങ്ങൾ കണ്ടു ഉണ്ടോ? ഇത് ലിക്വിഡായിട്ട് മാറിയിട്ടില്ല, ഇത് ഗ്യാസാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈ സമയത്ത് ഗ്യാസാണ്. ലിക്വിഡായിട്ട് മാറണമെങ്കിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ പോർഷനിലേക്ക് ആവണം. അപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്, ലിക്വിഡായി മാറിയിട്ടില്ല. ഓക്കെ, ഇനി മറ്റൊരു ഗ്രാഫ് സെപ്പറേറ്റ് വരയ്ക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഒരുപാട് ഗ്രാഫുകൾ നമ്മൾ ഒന്നിച്ച് കാണിച്ചിട്ടുള്ളത്. ഇതാ ഒരു പച്ച നിറത്തിൽ അല്ലേ ഒരു ഗ്രീൻ ലൈൻ കാണാനുണ്ടല്ലോ. ഈ ഗ്രീൻ ലൈൻ പ്രഷർ വോള്യം ഗ്രാഫാണ്.
ടെമ്പറേച്ചർ 31.1 ആണ്. നോക്കൂ, 31.1 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡായിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡായിട്ട് മാറിയിട്ടില്ല. ഇനി നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡായിട്ട് മാറുന്നത് കണ്ടോ ഈ പോയിന്റിൽ വെച്ചിട്ടാണ്. ഈ റെഡ് കളർ കാണിച്ചിട്ടുണ്ട് 30.98 കണ്ടോ. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് ആ ടെമ്പറേച്ചർ എത്രയാണ്? 30.98 ഡിഗ്രി സെൽഷ്യസ്, 30.98 ആണ്. സൗകര്യത്തിന് വേണമെങ്കിൽ 31 എന്ന് വായിക്കാം, 31 ഡിഗ്രി സെൽഷ്യസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്? 31. കൃത്യമായി പറയുകയാണെങ്കിൽ 30.98, 30.98 ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇനി നമ്മൾ ഒരു ഡോട്ടിട്ട ലൈൻ കണ്ടോ, ഒരു ഡോട്ടിട്ട ലൈൻ നമ്മൾ വൈ ആക്സിസിലേക്ക് അല്ലേ നമ്മളിങ്ങനെ വരച്ച് ചേർത്തു. ഈ പ്രഷർ നമ്മൾ നോട്ട് ചെയ്തു 73 ആണ്. ഇതാണ് ക്രിട്ടിക്കൽ പ്രഷർ. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ. ഈ പോയിന്റിൽ നിന്നും, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരച്ചാൽ നമുക്ക് ക്രിട്ടിക്കൽ വോള്യം കിട്ടും. ഇവിടെ നമ്മൾ V3 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. V3 ഓക്കെ, ക്രിട്ടിക്കൽ വോള്യം VC, ക്രിട്ടിക്കൽ വോള്യം എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡായിട്ട് മാറുന്നത് ഈ ടെമ്പറേച്ചറിലാണ്. കറസ്പോണ്ടിങ് പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ, കറസ്പോണ്ടിങ് വോള്യമാണ് ക്രിട്ടിക്കൽ വോള്യം. അപ്പോൾ പ്രഷർ കൂട്ടിയത് കൊണ്ട് മാത്രം ഒരു ഗ്യാസ് ലിക്വിഡായിട്ട് മാറില്ല. പ്രഷർ കൂട്ടിയത് കൊണ്ട് മാത്രം ഒരു ഗ്യാസ് ലിക്വിഡായിട്ട് മാറില്ല. ടെമ്പറേച്ചറിന് അതിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ കഴിയുന്ന ടെമ്പറേച്ചറിനെയാണ്, ആ പ്രത്യേക ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ സമയത്തെ കറസ്പോണ്ടിങ് പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ. ഇവിടെ കാണിച്ചിട്ടുണ്ട് 73. ഇനി നമുക്ക് ലിക്വിഡാക്കി മാറ്റാം. ഈ ടെമ്പറേച്ചറിൻ്റെ താഴെ നമുക്ക് അല്ലേ ലിക്വിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡാണ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ഗ്രാഫ് വേണമെങ്കിൽ നോക്കാം. 21.5 ഡിഗ്രി സെൽഷ്യസ് അല്ലേ കറസ്പോണ്ടിങ് പ്രഷർ. വാല്യൂ ഇവിടെ എഴുതിയിട്ടില്ല. കറസ്പോണ്ടിങ് പ്രഷർ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം, കറസ്പോണ്ടിങ് വോള്യം കണ്ടുപിടിക്കാം. ഇനി ടെമ്പറേച്ചർ 13.1 ഡിഗ്രി സെൽഷ്യസ്, 13.1 ഡിഗ്രി സെൽഷ്യസ് ആയി. ഈ സമയത്തും ഇത് ലിക്വിഡാണ്. കറസ്പോണ്ടിങ് പ്രഷറും വോള്യവും നമുക്ക് കണ്ടുപിടിക്കാം. കറസ്പോണ്ടിങ് പ്രഷറും വോള്യവും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഗ്രാഫ് നോക്കിയാലും മതി. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഉണ്ടോ, ഈ ബ്ലൂ ഷെയ്ഡഡ് പോർഷനാണ് ലിക്വിഡിനെ കാണിക്കുന്നത്. ഇതിൻ്റെ പുറമേക്ക് കാണുന്നതെല്ലാം ഗ്യാസ് പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഗ്യാസുകളെ ലിക്വിഡാക്കി മാറ്റാൻ നമുക്ക് പ്രഷർ കൂട്ടണം, ടെമ്പറേച്ചർ കുറയ്ക്കണം. പ്രഷർ കൂട്ടിയത് കൊണ്ട് മാത്രം ഗ്യാസ് ലിക്വിഡായിട്ട് മാറില്ല. ടെമ്പറേച്ചറിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റുന്ന ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. കറസ്പോണ്ടിങ് പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ. കറസ്പോണ്ടിങ് വോള്യമാണ് ക്രിട്ടിക്കൽ വോള്യം. ഓക്കെ, ഇത് ആൻഡ്രൂസ് ഐസോതേർം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ഗ്രാഫ്. ഇതേ ഗ്രാഫ് തന്നെ വേണമെങ്കിൽ താഴെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കണ്ടൻസേഷൻ റീജിയൻ, അതായത് ലിക്വിഡായിട്ട് മാറുന്ന റീജിയൻ. ഉണ്ടോ, ഇവിടെ വെച്ചിട്ടാണ് ലിക്വിഡായിട്ട് മാറുന്നത്. 30.98 എന്നുള്ള സ്ഥലത്ത് ഈ ഗ്രാഫിൽ 31 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പഠിച്ചാലും മതി. പിന്നെ 21 ഡിഗ്രി സെൽഷ്യസിലെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, 13 ഡിഗ്രി സെൽഷ്യസിലെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ആവശ്യമാണ്. അപ്പോൾ ടെമ്പറേച്ചർ, കറസ്പോണ്ടിങ് പ്രഷർ, കറസ്പോണ്ടിങ് വോള്യം. വോള്യം വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. ഈ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്യാസുകളുടെ ലിക്വിഫാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ കഴിയും ബൈ ഇൻക്രീസിങ് പ്രഷർ ആൻഡ് ഡിക്രീസിങ് ടെമ്പറേച്ചർ. എന്താണ് പ്രഷർ കൂട്ടുമ്പോഴും സംഭവിക്കുന്നത്? പ്രഷർ കൂട്ടുമ്പോഴും ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴും ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൺസിഡറബിൾ ആകും. അതുകൊണ്ടാണ് ഗ്യാസ് എന്തായിട്ട് മാറുന്നത്? ലിക്വിഡായിട്ട് മാറുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കണം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.